ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. 18 വയസ്സ് വരെ ഒരു മതത്തിൽ ജനിച്ച് ജീവിച്ചു. 18ാമത്തെ വയസ്സിൽ ഒരു സംഖ്യയെ പ്രണയിച്ച് കല്യാണവും കഴിച്ചു. അതിൽ 2 കുട്ടികളും ഉണ്ടായി. ഈ കാലം അത്രയും ഈ പറയപ്പെടുന്ന ഒരു സാധനത്തിന് ഇവിടെ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ആരും ശ്രദ്ധിച്ചു കാണില്ല. എന്തായാലും പരിശുദ്ധ റമദാനൊക്കെ അടുത്തതുകൊണ്ട് ഒരു മീഡിയ അറ്റൻഷനൊക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു സംഭവം കൊണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങോട്ട് ഫേമസ് ആകാം എന്ന് നമ്മുടെ പഴയ ഷബീന എന്ന് പറയുന്ന ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഈ ഒരു നടി പ്രസ്താവന അങ്ങ് നടത്തിയിരുന്നു അല്ലേ. അതായത് ജനിച്ച മതം ഇസ്ലാം മതം വിട്ട് ആ ഒരു മുഷിഞ്ഞ വസ്ത്രത്തിൽ നിന്നും മറ്റൊരു ഫ്രഷ് വസ്ത്രം ലഭിച്ച ഒരു ഫീലാണ് എനിക്ക് ഹിന്ദു മതത്തിൽ പോയപ്പോൾ കിട്ടിയെന്നാണ് ചേച്ചി വന്നിരുന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൊണയടിച്ചത്. അത് നമ്മുടെ MG ശ്രീകുമാറിന്റെ ഒരു ഷോയിലായിരുന്നു ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ ഈ 18 വയസ്സ് വരെ, അതായത് ജനിച്ച് 18 വയസ്സ് വരെ ഷബീന താത്ത എന്ന് പറയുന്ന ഈ സംഗിണി ചേച്ചി ഇപ്പോഴത്തെ ഇവര് ഖുർആൻ വായിച്ചിട്ടില്ല, നമസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, ഇസ്ലാമികപരമായ രീതിയിലുള്ള ഒരു വിശ്വാസത്തെയും ഇവര് ഈ കാലം അത്രയും ഫോളോ ചെയ്തിട്ടില്ല, കഴങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് പണ്ട് എങ്ങോണ്ട് ഇവള് ബ്രാഹ്മണ സ്ത്രീ ആയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണല്ലേ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഉന്നത കൊലയാണല്ലോ. അപ്പൊ ആ കുലയിൽ ജനിച്ചെങ്കിൽ മാത്രമേ ഈ മതത്തിൽ സ്ഥാനമുള്ളൂ എന്നാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത്. ആ മതത്തിൽപ്പെട്ടിട്ടുള്ള മറ്റൊരുപാട് വിഭാഗങ്ങളുണ്ട്. ആദിവാസി, പറയൻ, ശൂദ്രൻ എന്നൊക്കെ പറയും, ഇങ്ങനെ കുറയില്ലേ. അപ്പൊ ആ ഗണത്തിലൊന്നും പെട്ടതല്ല. ഇവള് നല്ലൊരു ഒന്നാന്തരം ബ്രാഹ്മണ സ്ത്രീയായിട്ടാണ് ഇവള് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവളെയൊക്കെ കാലേ വാരി നിലത്തടിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു സംഘി പുത്രനെ കണ്ടാണ് ഇവള് ആദ്യം വിവാഹം കഴിച്ചത്. പിന്നീട് അങ്ങാണ്ട് അതിനെ ഉപേക്ഷിച്ചു. ഇപ്പൊ വേറെ ഏതോ ഒരു പുതിയ വസ്ത്രം ധരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് തോന്നുന്നത്. കാരണം വസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണേലും മുഷിയുമല്ലോ അല്ലെ. അപ്പൊ അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് അടുത്ത വസ്ത്രം ധരിക്കും. അപ്പൊ ഇനിയിപ്പോ ഈ വസ്ത്രവും മുഷിഞ്ഞ് ഇനി അടുത്തൊരു വസ്ത്രം ധരിക്കാനായിട്ടുള്ള പുറപ്പാടാണോ എന്നറിയില്ല. ഷെഫീന താത്ത കൊടുക്കുന്ന ഒരു കിടുക്കാച്ച് മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കാതെ പോരുത്. എന്തോ ഇവക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിൽ ഇവള് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. നീ ഇസ്ലാം മതത്തിൽ നിന്ന് പോയത് കൊണ്ട് ഇവിടെ ഒരു പുല്ല് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അല്ലെ. നീ എന്നല്ല, നിന്നെപ്പോലെ 10,000-കണക്കിന് ആളുകൾ പോയാലും എന്തെങ്കിലും സംഭവിക്കൂ? ഒന്നും സംഭവിക്കത്തില്ല. വേൾഡിലെ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇസ്ലാം മതം. ഇപ്പം സംഖ്യകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 2050 കാലഘട്ടമാകുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ ഇസ്ലാം കീഴടക്കും, ഇന്ത്യ മൊത്തത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുണഞ്ഞ സിനിമ വരുന്നുണ്ടല്ലോ. ഏതാ? കേരള സ്റ്റോറി എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റോറിയിൽ പെട്ടതാണ്. കാരണം ഇപ്പോൾ മുസ്ലിം മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് മറ്റൊരു മതത്തിലോട്ട് പോയിട്ട് ഇവിടെ ആരും ചൊറിയാനൊന്നും പോയിട്ടില്ല. കാരണം അതിനൊന്നും ഇവിടെ ആർക്കും താല്പര്യമില്ല, സമയമില്ല. പക്ഷെ ജനിച്ച മതത്തെ തള്ളിപ്പറയുമ്പോൾ ഇവള് ഇനി നാളെ ഇപ്പോൾ നിൽക്കുന്ന മതത്തെയും തള്ളിപ്പറയുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ ഷെഫീന കൊടുക്കുന്ന ആ മാസ് കിടിലം മറുപടിയില്ലേ, അതൊന്ന് കേട്ടു നോക്കാം. സെച്ചിയുടെ പേരാണ് സബീന സെച്ചി. അതായത് 18 വയസ്സിൽ ഒരുത്തനോട് പ്രേമം തോന്നും. ആള് ശങ്കിയാണെന്നൊക്കെയാ പറയണത്. ശങ്കിയോ മങ്കിയോ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളോട് പ്രണയം തോന്നും. പിടിക്കുക 18 വയസ്സിൽ പ്രണയം. ആ പ്രണയിച്ചവനെ തന്നെ കല്യാണം കഴിച്ച് അതിൽ 2 മക്കള്. അതിനുശേഷം മതം മാറിയിട്ട് അതിനകത്ത് ജീവിച്ചിട്ട് അവസാനം അവനെ കൊണ്ട് മൊത്തത്തിൽ അവനെ കറന്നെടുത്ത് അവസാനം കറ പറ്റിയപ്പോൾ അവനെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ഇപ്പം ചാലൂർ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്നു. എടി ദുർഭൂതമേ, നിനക്ക് എന്തിന്റെ അല്ല, നമ്മൾ അവളെ വർക്കാൻ വന്നല്ലോ, കാര്യം പറയാൻ വന്നില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതേ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുക്കാമേ. ഉള്ള ഉത്തരങ്ങളും കൂടെ ചേർത്തതാണ് നമ്മുടെ ആത്മകഥ. ചേട്ടൻ ചോദിച്ചില്ലേ അനുഭവങ്ങളുണ്ടോ, വയസ്സായോ എന്നൊക്കെ ചോദിച്ചില്ലേ. ഒരാൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമല്ലേ. ലവ് മാരേജ് ആയിരുന്നു, അതൊക്കെ ചേട്ടൻ അറിയുന്നതാണല്ലോ. മറ്റൊരു മതത്തിലെ വിശ്വാസിയായിരുന്നു. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഹസ്ബൻഡ് ഏത് മതം ഫോളോ ചെയ്യുന്നു, കുട്ടികളെ എങ്ങനെ മതമില്ലാതെ അവിശ്വാസികളായിട്ട് വളർത്തണം എന്ന് പറയുന്ന കോൺസെപ്റ്റിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അപ്പൊ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിൽ വിശ്വാസികളായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. കഥയിൽ ചോദ്യമില്ല, എന്നാലും നമ്മൾ ചോദിക്കട്ടെ. അല്ലടി 18 വയസ്സ് വരെ അനക്കൊരു മതം ഉണ്ടായിരുന്നില്ലേനു? 18 വയസ്സ് വരെ ഉള്ള മതം വിശ്വാസം അതൊന്നും എനിക്ക് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് മറ്റേലേക്ക് ചെക്കേറി അവരോടുള്ള തീവ്ര പ്രണയമാണ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചേർത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ എല്ലാം കൃഷ്ണന്റെ കഥകളും ദേവിയുടെ കഥകളും ഒക്കെയാണ്. അപ്പൊ ഒരു ഹിന്ദു ഒരു സ്പിരിച്വാലിറ്റിയോടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോ 18 ഇയേഴ്സിലായിരുന്നു കല്യാണം കഴിച്ചത്. അന്ന് മുതൽ 18 വയസ്സിൽ ഈ കല്യാണം എങ്ങനെയാണ്? അടി ഒരു കാവ്യ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു 18 വയസ്സിൽ എന്തിനാ? പിന്നെ 18 വയസ്സിൽ മൂക്കി പല്ല് വന്നിട്ടാണോ കല്യാണം കഴിക്കുന്നത്?
പെണ്ണ് കല്യാണം കഴിച്ചാൽ ഇപ്പൊ ഇയാൾക്ക് കുഴപ്പം. അല്ലെങ്കിൽ ഈ ശ്രീകുമാർ ഉണ്ടല്ലോ അനാവശ്യ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മിടുക്കൻ. ലവ് മാരേജ് ആയിരുന്നു. എവിടെ വെച്ച് കണ്ടു? എങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം നടന്നെങ്ങനെ? ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് അഭിനയിക്കണം എന്നുള്ളതാണ്. ശോഭനയെ പോലെ ഒരു നടിയാവണം എന്നുള്ള കുറഞ്ഞൊന്നും പറ്റൂല, ശോഭനയെ പോലെ തന്നെ വേണം, അഭിനയിച്ചണം, നടിയ. എന്റെ ഏറ്റവും വലിയ ഇത് ഞാൻ മുൻപും ഇത് തന്നെയായിരുന്നു. അതായത് ആ ജന്മത്ത് ഉള്ളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ജന്മത്ത് പുറത്തേക്ക് വരുന്നത്. എന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. പിന്നെ ഒഫീഷ്യലി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഖുറാൻ എന്ന് പറയുന്ന സാധനം ഞാൻ പഠിച്ചിട്ടില്ല, മനസ്സിലായില്ല. അപ്പം എന്റെ അച്ഛന്റെ അമ്മ എന്ന് പറയുന്നത് 10 കിതാബ് ഓതി തികഞ്ഞ ഒരാളാണ്. പച്ച നുണ പറയുന്ന പച്ച ശൈത്താനാണ്, മനസ്സിലായി. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവളുടെ ഉമ്മായും പാപ്പായും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ആരും നിരീശ്വരവാദികളല്ല, യുക്തിവാദികളല്ല, ഒന്നുമല്ല. 10 കിതാബ് കുത്തിയിരുന്ന് കുത്തിപ്പടിച്ച കുത്തുമ്മുമ്മുള്ള ഇവക്ക് ഈ ഖുർആനെ ഒട്ടും അറിയില്ല എന്ന് പറയുമ്പോൾ എന്റെ പള്ളി നട്ടാക്കുരുക്കാത്ത നുണയാ പറയുന്നത്. അന്യ സഹോദരങ്ങളെ, ഹിന്ദു സഹോദരങ്ങളെ വിശ്വസിച്ച് പള്ളിയിലകത്തേക്ക് കയറ്റല്ലേ. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നമ്മൾ അതിനൊന്നും പറയത്തില്ല. ഞങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോഴും അവിടെ തിരുമേനി, കൊച്ചു തിരുമേനി പറയും, ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഇവിടുത്തെ കുട്ടിയല്ലേ, നിന്റെയൊക്കെ അതായത് കുറച്ച് ജനറേഷൻ മുൻപ് വരെ നമ്മളെല്ലാവരും ബ്രാഹ്മൺസോ അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ ഒരു അല്ലടേ, നിങ്ങൾ എല്ലാവരും ഈ മതം വിട്ട് മതത്തിൽ നിന്ന് കയറുമ്പം നിങ്ങൾ ഈ ബ്രാഹ്മണത്തിൽ പിടിക്കുന്ന എന്തിനാണ്? പ്രാമണക്കുന്നവർ മാത്രമാണോ ഹിന്ദുക്കൾ? വേറെ ആരും ഹിന്ദുക്കളാവത്തില്ല. എടി ആംബിയർ ഉള്ളവരാണെങ്കിൽ ഞാൻ ആദിവാസി സമൂഹത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് നീ മതം മാറും. ചെക്ക് സമ്മതിച്ചങ്ങ് തരാം അല്ലേ? റമദാൻ മാസമാണേ. ഈ റമദാൻ മാസത്തില് എല്ലാവരും പുണ്യമാസം അത്രയും ഇതായിട്ടിരിക്കുമ്പോ അവരെ ഒന്ന് ചൊറിയാൻ തോണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്തിരച്ചി തള്ള. അതാ മനസ്സിലായത്. നീ ഇറങ്ങിക്കോ, നീ മതം മാറിക്കോ, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മുടെ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുന്ന ഓരോ വ്യക്തികളും 100% അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകുന്നതിൽ ഒരു തർക്കമില്ല. അത് അവർക്ക് വിശ്വാസം, അവർ പോകട്ടെ, ഒരു കുഴപ്പമില്ല. അവഹേളിക്കരുത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസം പോലും ഒരു നോമ്പ് എടുത്തിട്ടില്ല. എന്താ പറയാ, ഞാൻ ആ ഒരു മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? എനിക്കതൊന്നും വഴങ്ങുന്നതുമില്ല, വഴങ്ങിയിട്ടുമില്ല. ഒരു കാലത്തും എനിക്കതൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വഴങ്ങിയിട്ടുമില്ല. വീട്ടിലാളെ ഇരുത്തിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വീട്ടുകാർ, പക്ഷെ എനിക്കത് വഴങ്ങിയിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവ് സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്, പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നൊക്കെ പറയും. പക്ഷെ ജയ്ഷേട്ടന് ഞാൻ സബീനയായിട്ടിരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. ജയ്ഷേട്ടൻ ഞാൻ തലയിൽ തട്ടൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ, ജയ്ഷേട്ടൻ അച്ഛനാണെങ്കിലും ഒക്കെ അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ എന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. ഒഫീഷ്യലി എന്റെ പേര്, എന്റെ ജാതി, എന്റെ ഒപ്പ് എല്ലാം ഒഫീഷ്യലിയും നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് തന്നെ എല്ലാം ലീഗലി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാനൊരു പഴയ വസ്ത്രം, ഞാനൊരു മുഷിഞ്ഞ ഒരു വസ്ത്രം, ഞാനത് മാറ്റി അവിടെ അത് ഇട്ടു, ഞാൻ എന്റെ പുതിയതൊരെണ്ണം ധരിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മുടെ വസ്ത്രമല്ലേ, നമ്മൾ കൊണ്ട് കത്തിച്ച് കളയുന്നില്ലല്ലോ. ആ വസ്ത്രം നമ്മൾ കഴുകി ഉണക്കി അലമാരയിൽ എവിടെയോ അത് ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. അത്രയും ലളിതമായിട്ടാണ് എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിനെ തോന്നിയത്. നീ മിണ്ടരുത്, നീ നിനക്ക് വോയിസ് ഇല്ല, നീ ഞാൻ പറയും, നീ കേൾക്കും. അല്ല, ഇപ്പോഴത്തെ വസ്ത്രം മുഷിഞ്ഞില്ലേ, കുറെ ആയില്ലേ, കളഞ്ഞൂടെ? അടുത്ത് ക്രിസ്ത്യാനിറ്റി ചാടിക്കയറി, എന്നിട്ട് അവിടെ ഇരുന്ന് ജപമാല പറ, നല്ല രസം. നന്മ മറിയത്തിനെ കുറിച്ചുള്ള ജപമാല നടത്തും, നല്ല രസം. ഹാലലുയ സൂത്രം കർത്താവ് എന്നിരുന്ന് പറ. നീ എന്തിനാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവതാളവും അവതൂരവും പറയുന്നേ? നിനക്കിതുവരെ മനസ്സിലായില്ലല്ലേ? നീ മതം മാറി എന്ന് നീ പറയുന്ന ഗസറ്റിൽ പരസ്യം ചെയ്ത് നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിച്ചിട്ട് പോലും അവർക്ക് നീ ഇപ്പോഴും സബീനയാ. അതുകൊണ്ടാണ് നിനക്ക് ആ ഫേസ് വാല്യൂ. നീ അമ്മയുടെ ഏതോ കൊണാണ്ടറാണെന്ന് പറഞ്ഞാൽ അവരോട് പിടിച്ചിരുത്തിരിക്കണം. നീ പണ്ട് സെബീനയായിരുന്നു. ആ സെബീന എങ്ങനെ ഇതിനകത്ത് വന്നു എന്ന ചോദ്യത്തിന് നിന്നെ കൊണ്ട് ഉത്തരം പറയിച്ച് ഒരു വിഭാഗം ജനതയെ അഡ്രസ് ചെയ്ത് അവരെ കളിയാക്കുക എന്നൊരൊറ്റ ഉദ്ദേശ ലക്ഷ്യമാണ് അവർക്കുള്ളത്. പ്രഹസനമല്ല എന്ന് നിങ്ങൾ പറയരുത്. പ്രഹസനമാണെന്ന് തെളിയിക്കാൻ ഞാൻ ഒരു വീഡിയോ ഇവിടെ വെക്കാം, കണ്ടു നോക്ക്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. Take it, breathe in. Breathe out, breathe in again. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഷിറ്റിടാത്തവൻ ഷിറ്റിടുമ്പോ ഷിറ്റ് കൊണ്ട് ആറാട്ടെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു കേളിയാണ് ഈ കാണുന്നത്. ചെബീന എന്ന ലക്ഷ്മിപ്രിയ നമ്മുടെ ശങ്കിണി ചേച്ചി പറഞ്ഞില്ലേ, ആ പഴയ വസ്ത്രം മാറ്റി നമ്മളത് കത്തിച്ചൊന്നും കളഞ്ഞിട്ടില്ല, അത് അലമാരിയിൽ എവിടെയോ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഇനി അത് എടുത്ത് ഇടേണ്ടി വന്നാലോ, നിന്നെപ്പോലുള്ള വൃത്തികെട്ട കൂതറകളൊന്നും ഇനി ആ വസ്ത്രം എടുത്തിടാനായിട്ട് ഇങ്ങോട്ട് തള്ളിക്കേറി വരണ്ട.
ഇനി ഒരു പുതിയ വസ്ത്രത്തിലേക്ക് നീ ഒന്ന് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ നീ 2 വസ്ത്രം നീ ഇപ്പം ഉപയോഗിച്ചല്ലോ, ഇനി വേറൊരു പുതിയൊരു വസ്ത്രത്തിലേക്കും കൂടെ നീ ഒന്ന് മാറി നോക്ക്. ഇവളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകളും വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ വഴിയെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ അമ്മ സംഘടനയിലെ കുക്കു പരമേശ്വരനുമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. ഇവളുടെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 18 വയസ്സ് വരെ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ള ഒരുത്തി എന്താണെങ്കിലും ഫാത്തിയായും യാസീനും ഒക്കെ അത് ഓതാതിരിക്കത്തില്ല. അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ വല്ല നിരീശ്വരവാദിയായിരിക്കണം. അല്ലെങ്കിൽ ഇവള് പറഞ്ഞതുപോലെ ഇവളിപ്പം ചിന്തിച്ചില്ലേ, ഏത് മറ്റേ പൂർവം ഏത് മറ്റേ ബ്രാഹ്മണൻ, ആ ഇതിൽ ജനിച്ചു വന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനെയൊക്കെ തോന്നിയത്. എന്താണേലും ഇവള് പറയുന്നത് പച്ച നുണയാണ്. ഇവക്ക് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇവളെടുത്തിട്ടൊരു സംഭവമാണ്. കാരണം ഇവക്ക് സിനിമയിലൊന്നും ഇപ്പോൾ വലിയ ചാൻസ് ഒന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും സംഖ്യകളൊക്കെ സിനിമ എടുക്കുമ്പോൾ ഇവളെ അങ്ങ് പൊക്കിക്കൊണ്ട് വന്നിട്ട് ശോഭന ചേച്ചിയുടെ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ കൊടുത്താലോ എന്തോ ഇവളെ പോലുള്ള കൂതറകളുണ്ടല്ലോ, സത്യത്തിൽ ഈ പൊതുസമൂഹത്തിന് ഒരു നന്മയും നൽകാൻ പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവളുടെയൊക്കെ മുഖം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവൾ ഇനിയും ഒരു പക്ഷേ ചിലപ്പോൾ വസ്ത്രം മാറാനായിട്ടുള്ള ഇവൾ ഇനിയും ചിലപ്പം ഈ മുഷിഞ്ഞ വസ്ത്രവും മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.